കണ്ണൂർ രൂപതയുടെ നിയുക്ത സഹായമെത്രാനായി നിയമിതനായ മോൺസിഞ്ഞോർ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി പരിശുദ്ധ മഞ്ഞുമാതാവ് കോട്ടപ്പുറം രൂപതയ്ക്ക് നൽകിയ സമ്മാനമാണെന്ന് കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ. മഞ്ഞുമാതാവിന്റെ തിരുനാൾ ആഘോഷങ്ങളുടെ സമാപന ദിനത്തിലാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്ക ഇടവകാംഗമായ മോൺസിഞ്ഞോർ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരിയെ പുതിയ പദവിയിലേക്ക് ഉയർത്തിയത്. കോട്ടപ്പുറം രൂപതയിൽ നിന്ന് മെത്രാൻ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന 8ാമത്തെ ആളാണ് മോൺസിഞ്ഞോർ ഡെന്നിസ് കുറുപ്പശ്ശേരി. വൈദിക പരിശീലന കാലം മുതൽ സഹപാഠിയായിരുന്ന മോൺസിഞ്ഞോർ ഡെന്നിസ് കുറുപ്പശ്ശേരി പുതിയ ദൈവിക നിയോഗത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ ബിഷപ്പ് അംബ്രോസ് ആഹ്ലാദം പ്രകടിപ്പിച്ചു. മഞ്ഞുമാതാ ഇടവകാംഗങ്ങളായ 2 പേർ ഈ വർഷം തന്നെ മെത്രാൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന്റെ ആഹ്ലാദത്തിലാണ് പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്ക ഇടവകയിൽ നിന്നുള്ള 4ാമത്തെ മെത്രാനാണ് അദ്ദേഹം. മോൺസിഞ്ഞോർ ഡെന്നിസ് മാൾട്ടയിലെ അപ്പസ്തോലിക ന്യൂൺഷേച്ചറിൽ ഫസ്റ്റ് കൗൺസിലറായി പ്രവർത്തിച്ചു വരുന്നതിനിടയിലാണ് പുതിയ നിയമനം. അമ്മമാരുടെ കണ്ണീരും കഷ്ടപ്പാടും കണ്ടിട്ടെങ്കിലും മദ്യവിൽപ്പനയ്ക്ക് അറുതി വരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് മദ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന ചെയർമാൻ ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്തിയോസ്. മദ്യനിരോധന സമിതി സംസ്ഥാന കമ്മിറ്റി മലപ്പുറം കലക്ടറേറ്റിന് മുന്നിൽ നടത്തിവരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹത്തിന്റെ 365ാം ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാറുകളുടെയും വിൽപ്പനശാലകളുടെയും എണ്ണം വർദ്ധിച്ചതോടെ മദ്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണവും സാരമായി വർദ്ധിച്ചു. മദ്യലഭ്യത കുറയ്ക്കുമെന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണെന്നും അത് പാലിക്കാൻ തയ്യാറാകണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു. പുന്നവേലി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന FTSJ എന്ന പയസ് യൂണിയനെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ റിലീജിയസ് കോൺഗ്രിഗേഷൻ പദവിയിലേക്ക്. നാളെ ശനിയാഴ്ച രാവിലെ 10-ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തും. തുടർന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം FTSJയുടെ നവീകരിച്ച നിയമാവലി ശംഷാബാദ് സഹായമെത്രാൻ മാർ തോമസ് പാടിയത്ത് പ്രകാശനം ചെയ്യും. 1981 ഏപ്രിൽ 18-ന് പുതുപ്പറമ്പിൽ വീട്ടിൽ പരേതരായ തോമസ് മാമി ദമ്പതികളുടെ മകളും സെലേഷ്യൻ സമൂഹാംഗമായിരുന്ന മദർ മേരിക്കുട്ടിയാണ് സന്യാസ സമൂഹത്തിന് തുടക്കമിട്ടത്. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്തയായിരുന്ന മാർ ആന്റണി പടിയറിയുടെ അനുവാദത്തോടെയായിരുന്നു ആരംഭം. വഖഫ് ഭൂമിയാണെന്ന പേരിൽ നിജപ്പെടുത്തുന്ന ഭൂമി തർക്കങ്ങളിൽ പരിഹാരത്തിന് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുള്ള നീതിന്യായ സംവിധാനം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഇതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിയമ ഭേദഗതി സ്വാഗതാർഹമാണെന്നും കത്തോലിക്ക കോൺഗ്രസ്. യാതൊരു രേഖകളുമില്ലാതെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന പ്രദേശങ്ങളിലുള്ള വസ്തുവകകളുടെ രേഖകൾ ഹാജരാക്കാൻ പ്രദേശവാസികൾ പോകേണ്ടത് വഖഫ് ട്രൈബ്യൂണലിലേക്കാണ്. അന്യായമായ അവകാശവാദങ്ങളെയും അധിനിവേശങ്ങളെയും അംഗീകരിക്കാനാവില്ലെന്നും മതസ്വാതന്ത്ര്യത്തെയും വ്യക്തി നിയമങ്ങളെയും മാനിക്കുമ്പോഴും ഒരുവന്റെ വ്യക്തി നിയമം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിൽ അതിൽ വിധി പറയാൻ സ്വതന്ത്ര ജുഡീഷ്യറി ആവശ്യമാണെന്നും കത്തോലിക്ക കോൺഗ്രസ് അഭിപ്രായപ്പെട്ടു. സാമൂഹ്യ സംഘർഷങ്ങളാലും യുദ്ധത്താലും ആശങ്കാകുലരും വേദനയിലൂടെ കടന്നുപോകുന്നവരുമായ ജനങ്ങളെ സമാധാന രാജ്ഞിയായ പരിശുദ്ധ മറിയത്തിന് സമർപ്പിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനത്തിൽ നടത്തിയ പ്രാർത്ഥനാ വേളയിലാണ് ഫ്രാൻസിസ് പാപ്പ ഈ സമർപ്പണം നടത്തിയത്. യുദ്ധബാധിത പ്രദേശങ്ങളായ യുക്രൈൻ, മധ്യപൂർവ്വദേശം, പാലസ്തീൻ, ഇസ്രായേൽ, സുഡാൻ, മ്യാൻമാർ എന്നീ രാജ്യങ്ങളെ പാപ്പ പ്രത്യേകം അനുസ്മരിക്കുകയും ആ നാടുകളിൽ സ്വാന്തനവും പ്രശാന്തമായ ഭാവിയും ഐക്യവും പ്രദാനം ചെയ്യുന്നതിന് പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഗ്രീസിലെ ഏതൻസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അഗ്നിബാധ ദുരന്തത്തിൽ അനേകർക്ക് ഭവനങ്ങൾ നഷ്ടമാകുകയും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തെ പാപ്പ വേദനയോടെ അനുസ്മരിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു.